takes you up, 'cause he can show you so much. I go to bed and tomorrow again. There's a lot of work to be done. He gives you gold and he'll promise you the whole world will be yours. I just can't tell you I love you so. Dirty games and the neon shows, this is the world he knows. Watching the stars satisfies my soul. Thinking of him makes me feel. നല്ലവരായ ദൈവമേ, ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് അങ്ങയോട് നന്ദി പറയുന്നു. ഈ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്കും ഇവിടെ ജീവിക്കുന്നവർ ജനിച്ചു വളർന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോരുത്തരെയും സംരക്ഷിക്കുന്നവനും കൈപിടിച്ച് മുന്നോട്ട് നിൽക്കുന്നവനും അവർക്ക് വഴികാട്ടി കൊടുക്കുന്നവനും എല്ലാം ഒന്നാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേക്ക് ഞങ്ങൾ എന്നും നന്ദി പറയുകയും പോറ്റുകയും ചെയ്യും. ഇന്നീ ദിവസത്തിൽ ഉദാശകൾ സ്വീകരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. ഉദാശ എന്ന അർത്ഥം പുനരുദ്ധരിച്ച ക്രിസ്തുവുമായിട്ടുള്ള ഒരു മിലൻ, ഒരു എൻകൗണ്ടർ, എ മീറ്റിംഗ് വിത്ത് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് Lord. ഇന്ന് മുതൽ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഒന്നും ടാഞ്ചിബിളായിട്ടുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നും അവരുടെ ജീവിതത്തിൽ അവരങ്ങേ കണ്ടുകൊണ്ടും അങ്ങയുടെ സാന്നിധ്യത്തിലും അവരുടെ ജീവിതം നയിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. എന്നും ഇവരുടെ കൂടെ നിന്ന് ഇവരെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമേ. അങ്ങയുടെ വചനങ്ങൾ മാത്രം ഇവർക്കൊരു മാർഗദർശനമായി മാറട്ടെ. മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ സംരക്ഷണയിലാണ് ഈ വിശ്വാസത്തിലും അങ്ങനെയുള്ള സമർപ്പണത്തിലും ജീവിച്ചും വളർന്നും വരുന്നത്. അവരെ അനുഗ്രഹിക്കണം. ഇവിടെയുള്ളവരെയും ദൂരങ്ങളിൽ ജീവിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഈ പ്രദേശത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണം. ഒരു സമൂഹത്തിൽ കൂടി ദൈവത്തെ അറിയുന്നതിനും ദൈവത്തെ അനുഭവിക്കുന്നതിനും അങ്ങ് ഞങ്ങളോട് താല്പര്യപ്പെടുന്നു. സമൂഹത്തിൽ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ അറിയേണ്ടത്. അങ്ങനെ ഒരു സാമൂഹ്യ ജീവിതത്തിലൂടെ എന്നും അങ്ങേ അറിയുന്നതിനും അടുത്തു നിൽക്കുന്നതിനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ കുടുംബത്തിൻ്റെ നാഥനായി അങ്ങെന്നും വാഴണമേ. ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
going down again tonight. In this world it's hard to get it right. Trying to make your heart feel like a glove. What it needs is love, love, love. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. The heart that still feels pain. Darkness drains and light will come again. Swing open up your chest and let it in. Just let the love, love, love begin. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody knows the love. Everybody holds the love. Everybody falls for love. പ്രിയപ്പെട്ട ബോബി രശ്മി മണലെ ദമ്പതിമാരുടെ 4 മക്കളിൽ 2 പേരിന്ന് ഈശോയെ ആദ്യമായി ആഘോഷമായി ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുന്ന അസുലഭ നിമിഷം. ഒപ്പം ഇളയ ബാർവിൻ മാമുദീസായിലൂടെ ഈശോയുടെ പൊന്നോമന മകനായും സഭയുടെ അംഗമായും ഇടവക കുടുംബത്തിൻ്റെ അംഗമായും ചേരുന്ന ഏറ്റവും അഭിഷേകപൂർണമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ബോബിയും രശ്മിയും കുടുംബവും ഖത്തറിൽ താമസമാക്കിയതിനാൽ അവരുടെ അവധി സൗമയം നോക്കിയാണ് ഇന്ന് ഈ മാമുദീസായും ആദ്യ കുർബാന സ്വീകരണം ഇപ്രകാരം ക്രമീകരിക്കുന്നതിനിടയായത്. അവരെ ഏറെ സ്നേഹിക്കുന്ന അഭിമന്യ പിതാക്കന്മാർ 7 പേരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അഭിമന്യ പീറ്റർ പറപ്പള്ളി പിതാവ് തളിപ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. അധികം താമസിയാതെ നമ്മുടെ അടുക്കിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അഭിമന്യ പിതാക്കന്മാരെ കുറിച്ച് ബോബി നിങ്ങളോട് കൂടുതൽ വിശദമായി സംസാരിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഒറ്റവാക്കിൽ എല്ലാവരെയും ഒരു പുഷ്പം നൽകി സ്വാഗതം ചെയ്യുവാനായിട്ടാണ് ഈ അനുഗ്രഹിക്കുന്ന നിമിഷം ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ഈ വിശുദ്ധ കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് ഈ ദിനത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുക താമരശ്ശേരി രൂപതയുടെ പ്രിയങ്കരനായ മെത്രാൻ മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവാണ്. താമരശ്ശേരി രൂപതയുടെ 4ാമത്തെ മെത്രാനായ അഭിമന്യ പിതാവ് സാമൂഹിക, സാംസ്കാരിക, അജപാലന, കാർഷിക മേഖലകളിൽ നിറസാന്നിധ്യമായി നിലകൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ വലിയ തിരക്കുകൾക്ക് നടുവിൽ ബോബി രശ്മി കുടുംബാംഗങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വരുവാൻ കാണിച്ച വലിയ സന്മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് അഭിമന്യ പിതാവിനെ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സസന്തോഷം സഹർഷം സ്വാഗതം ചെയ്യുന്നു. സഹകാർമികനായി നമ്മോട് കൂടെ നിലകൊള്ളുകയും ഇന്നത്തെ ബാർബിൻ കുഞ്ഞിന് മാമുദീസായും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുക പാറ്റ്ന അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിമന്യ സെബാസ്റ്റ്യൻ കല്ലുപുര പിതാവാണ്. പിതാവിൻ്റെ വലിയ സന്മനസ്സും ത്യാഗവുമാണ് ഇന്ന് നമ്മോടുമായിരിക്കുവാൻ അവസരമൊരുക്കിയിരിക്കുക. അഭിനന്ദ പിതാവിൻ്റെ നന്മകളെ മുഴുവൻ മനസ്സൂക്ഷിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സസന്തോഷം സഹർഷം സ്വാഗതം ചെയ്യുന്നു.
അത്തിക്കളം പിതാവാണ്. പിതാവിൻ്റെ വലിയ നന്മയെയും സ്നേഹത്തെയും ആദരവോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സാദരം സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന അഭിവന്യ ജോസഫ് തൈക്കാട് പിതാവിനെ ഏറെ ആദരവോടെ സഹർഷം ഞങ്ങൾ സാദരം സ്വാഗതം ചെയ്യുന്നു. ഇൻഡോർ രൂപതയുടെ ബിഷപ്പ് എമിരിറ്റസ് ചാക്കോ തൊട്ടുമാലിക്കൽ SPD പിതാവ് നമ്മുടേമായ കാര്യമാണ്. അഭിവന്യ പിതാവ് റിട്ടയർ ചെയ്ത് വിശ്രമിക്കുന്ന നാളുകളിലും വിശ്രമില്ലാതെ ദൈവജനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ആത്മാർപ്പണം ചെയ്യുന്ന അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യത്തെ ഏറെ അഭിമാനത്തോടെ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഈ പുണ്യ നിമിഷങ്ങളിലേക്ക് സസന്തോഷം സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ പുണ്യ നിമിഷങ്ങളിൽ പങ്കുചേർന്ന് നമ്മെയും മണലേൽ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുവാനായി കാൺവ രൂപതയുടെ അഭിവന്യ മെത്രാൻ ബിഷപ്പ് അഗസ്റ്റിൻ മടത്തിക്കുന്ന്, അഭിവന്യ ഇൻഡോർ രൂപതയുടെ മെത്രാൻ ബിഷപ്പ് തോമസ് മാത്യു കുറ്റിമാക്കൽ പിതാവ് നമ്മോടൊപ്പമുണ്ട്. അഭിവന്യ പിതാവും ഏറെ ദൂരം യാത്ര ചെയ്ത് വളരെ സ്നേഹത്തോടുകൂടെ നമ്മോടുകൂടി ആയിരിക്കുന്നു. പിതാവിൻ്റെ എല്ലാ നന്മകളെയും മനസ്സൂക്ഷിച്ചുകൊണ്ട് ഈ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ സസന്തോഷം സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ തക്കന രൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോർജ് രാജേന്ദ്രൻ കുറ്റിനട പിതാവ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് വേറിട്ട ഒരു സന്തോഷവും അനുഗ്രഹവുമാണ്. അഭിനയ പിതാവിൻ്റെ ത്യാഗപൂർണമായ സാന്നിധ്യത്തെയും നേതൃത്വത്തെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഈ പുണ്യ നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ കാണിച്ച വലിയ മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏവരുടെയും നാമത്തിൽ സസന്തോഷം സഹർഷം അഭിനയ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. ശരി, അതിരൂപതയ്ക്ക് ഏറെ പ്രിയപ്പെട്ട പിതാക്കന്മാരാണ്. കേരളത്തിനകത്തും പുറത്തുമായി ഇവർ സഭയ്ക്ക് വേണ്ടി നിർലോഭമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ തലശ്ശേരി അതിരൂപതയ്ക്ക് എന്നും ഈ 7 പിതാക്കന്മാരെ കുറിച്ച് അഭിമാനമാണ്. അഭിവന്യ പമ്പ്ളാനി പിതാവ് ഇപ്പോൾ റോമിലായതിനാലാണ് പിതാവിൻ്റെ സാന്നിധ്യത്തിന് പകരം വികാരി ജനറൽ എന്ന നിലയിൽ എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുക. അഭിനയ പിതാവിൻ്റെ പേരിലും തലശ്ശേരി അതിരൂപത മുഴുവൻ പേരിലും ഏറെ ആദരവോടുകൂടെ ഈ 7 പിതാക്കന്മാരുടെ മുൻപിലും ഞങ്ങൾ നിലകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസമ്പന്നമാകട്ടെ എന്ന് അതിരൂപതയും അഭിനയ പിതാവും എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഏവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹകാർമ്മികരായി പ്രിയപ്പെട്ട ജോൺ ഒറവങ്കര അച്ഛനും പ്രിയപ്പെട്ട തോമസ് വടക്കേമുറി അച്ഛനുമാണ് നമ്മോടൊപ്പം നിലകൊള്ളുക. മറ്റ് വൈദികരുടെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. എല്ലാ വൈദികരെയും ബഹുമാനപ്പെട്ട മദറിനെയും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്യ ഇപ്രകാരം ഒരു കർമ്മം ക്രമീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും അതിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കി ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകമുള്ള അസുലഭ നിമിഷമാക്കി മാറ്റിയ ബോബി രശ്മി മണനെ ദമ്പതിമാരെയും അവരുടെ പ്രിയ മക്കൾ ബാസ്റ്റിൻ, ബിലിൻ, ബിയോൺ, ബാർവിൻ എന്നിവരെയും നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഈ വിശുദ്ധ നിമിഷങ്ങളിലേക്ക് ആത്മാർത്ഥമായി അഭിനയ പിതാവിൻ്റെ പേരിലും പ്രിയപ്പെട്ട വികാരിയച്ഛൻ മറ്റൊരു പ്രോഗ്രാം ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാമുമായി നാട്ടിലേക്ക് പോയതുകൊണ്ടാണ് അച്ഛൻ്റെ അസാന്നിധ്യം ഇപ്പോൾ ഇവിടെയുള്ളത്. അച്ഛൻ്റെ പേരിലും എല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ കാഴ്ചവെപ്പാണ്. കാഴ്ചവെപ്പിനുള്ളവരെ കാഴ്ചവെപ്പുമായി മുന്നോട്ട് വരുമ്പോൾ അഭിവന്യ തോമസ് ജെയിംസ് അത്തിക്കളം പിതാവും അഭിവന്യ ജോസഫ് തൈക്കാട് പിതാവും ഈ കാഴ്ച സമർപ്പണം ഇപ്പോൾ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കും.
വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് ലഭ്യമാകുന്നിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപകരങ്ങൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതികം ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ ഭൂതാശിയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായ വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെക്കുറിച്ച് ഈ ദാസനോട് ഞങ്ങൾ നിനക്ക് ദാസിനു വേണ്ടി ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപ മാർഗങ്ങളും നീ വീക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? പരിപാവന ബലവാനേ
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. It's a wonderful occasion that we are being with you. We are being invited today for this celebration. വലിയ സന്തോഷം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത ഈ നിമിഷങ്ങൾ പരിശുദ്ധാത്മ വളരെ സന്തോഷത്തിലേക്ക് കടന്നു വന്നപ്പോൾ പങ്കുവച്ച വചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 1:47 എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അങ്ങനെ ഒരു വലിയ ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അവസരമാണ് ഈ ഒരു ദിവസം. നമ്മുടെ പ്രിയങ്കരനായ ബാബുവും മാമോദീസ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട ബില്ലിനും ലിയോണും ആദ്യ കുർബാന സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ വലിയൊരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിനാണ് നമ്മെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അഭിയന്ന് പിതാക്കന്മാരുടെ നീണ്ട നിര തന്നെ അവരുടെ സാന്നിധ്യം, അതിൻ്റെ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോയി. ഇതെങ്ങനെയാണ് സാധിച്ചത് എന്ന്. മെത്രാഭിഷേകത്തിനൊക്കെ എത്രയോ മെത്രാന്മാർ ഒരുമിച്ച് വരാറുള്ളൂ. എന്നാൽ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ മാമോദീസായിട്ട് നിങ്ങളുടെ എത്രയോ വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്കുള്ളത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും എല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ദൈവത്തെ സ്തുതി, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നതിന് കർത്താവെ, നിൻ്റെ ഈ സഭയെ വളർത്തുന്നതിന് അബ്രാഹത്തിൻ്റെ മക്കളെ കല്ലുകളിൽ നിന്ന് പുറപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന സ്നാപയോഹന്നാൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നത് സഭയെ വളർത്താൻ ആത്മായ പ്രേക്ഷകരെ ദൈവം എങ്ങനെ നിയോഗിക്കുന്നുവെന്ന് അത്ഭുതത്തോടുകൂടെ നോക്കിക്കൊണ്ടാണ്.
അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബോബി രശ്മി ദമ്പതികൾ നമ്മുടെ മുൻപിൽ ഒരു അത്ഭുതമായിട്ട് തന്നെ നിൽക്കുകയാണ്. അത്ഭുതം എന്നാൽ ദൈവത്തിൻ്റെ സഭയാകുന്ന വലിയ രഹസ്യത്തിൻ്റെ ഒരടയാളമാണ് ഈ ദമ്പതിമാർ. അവരുടെ ആഴമായ സ്നേഹം, സഭാസ്നേഹം, അവരുടെ ശുശ്രൂഷകൾ, അവരുടെ ആഴത്തിലുള്ള വിശ്വാസം, ഇതെല്ലാം നമുക്ക് നൽകുന്ന വലിയ മാതൃകയുണ്ട്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. വിശുദ്ധ യോഹന്നാനും അതുപോലെ പൗലോസ് അപ്പോസ്തലനും ഒരുപോലെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. പിന്നെ എങ്ങനെയാണ് അവരെ കാണുക, ദൈവത്തെ കാണുക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കും, സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായിട്ട് ദൈവത്തെ കാണാം. ദൈവത്തെ കാണുന്ന നിമിഷങ്ങളാണ് നമുക്കിതുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ബോബിയും രശ്മിയും ദമ്പതികൾ സഭയെ അവരെത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആത്മായ സഹോദരങ്ങൾക്ക് ഇത്രയധികം സഭയെ സ്നേഹിക്കാൻ സാധിക്കുക? കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളങ്ങളുണ്ടാണ്. ഒരു സഭയോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം, ഒരാൾ സഭയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ വേണം. വെറുതെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ ദമ്പതികൾ സഭയെ സ്നേഹിക്കുന്നു. അവർക്ക് കർത്താവ് ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും സഭ എന്താണെന്ന്. ഈശോയുടെ മുഖം അവർക്ക് കാണാൻ പറ്റും. പിതാവായ ദൈവം വെളിപ്പെടുത്തി. അവർ ജീവനെ സ്നേഹിക്കുന്നു. ഈ ഒരു ദിവസം താമരശ്ശേരിയിൽ നിന്ന് ഞാനിവിടെ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ബോബി കുടുംബം ജീവനെ സ്നേഹിക്കുന്നു. ആ മേഖലയിൽ നിന്നാണ് അവിടെ നിന്ന് പരിചയപ്പെടുന്നത്. അവർ ജീവനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് ആ ദമ്പതികൾ ജീവനെ സ്നേഹിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ്. ഒരു ചോദ്യമായിട്ട് അൽമായ സമൂഹത്തിന് മുമ്പിൽ വരും. അതിൽ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകുന്നു. അപ്പോൾ പോലും നിങ്ങൾ തളരരുത് എന്ന് പറയുന്ന വാക്യങ്ങൾ പ്രിയപ്പെട്ട ബോബിയുടെയും രശ്മിയുടെയും ജീവിതത്തിൽ അനുഭവമാകുക. എത്രയോ ഒരു മാസത്തിൽ 1-2 തവണ കൂടുതൽ വിളിക്കും. വെറുതെ വിളിക്കുക, സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്, മറ്റൊന്നിനും വേണ്ടിയല്ല. സുഖമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോകും. ഇന്നിവിടെ വന്നപ്പോൾ എത്രയും പിതാക്കന്മാരുമായിട്ട് ബന്ധം ബോബി ഉണ്ടെന്ന് അതെന്നെ അത്ഭുതപ്പെട്ടു. എന്നെ ഒരു മാസം 1-2 പ്രാവശ്യം വിളിക്കുന്നത് എത്ര തവണ വിളിക്കുന്നുണ്ടാവും. വളരെ അടുപ്പത്തോടുകൂടി വൈദികരുടെ ശക്തമായ സാന്നിധ്യവും അവരോടുള്ള അടുപ്പമില്ല. അതിൽ ഒരാനന്ദം കണ്ടെത്തുകയും സഭയാകുന്ന യേശുവിൻ്റെ ശരീരത്തിൽ അംഗങ്ങളാകുമ്പോൾ അതിനെ സ്നേഹിക്കുക എന്ന വലിയ ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ് എല്ലാവർക്കും. ഇതിൽ ആഘോഷത്തിൻ്റെ അവസരമല്ല, അതിനപ്പുറത്തായിട്ട് ആരാധനയുടെ ആഘോഷമാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ ആരാധനയുടെ ആദരവോടും അത്ഭുതത്തോടു കൂടിയാണ് ബോബിയുടെ ജീവിതവും പ്രവർത്തനങ്ങളെയും വ്യക്തിപരമായി ഞാൻ നോക്കിക്കാണുകയും ആദരിക്കുകയും ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ മുഖം ഞാൻ ദർശിക്കുക. ദൈവമേ, നീ ഇത്ര ആഴമായ സ്നേഹം എങ്ങനെയാണ് സാധാരണ വിശ്വാസികൾക്ക് നൽകി ശക്തിപ്പെടുത്തുന്നത് എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ദൈവത്തെ നമുക്ക് ശ്രദ്ധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സഭയാകുന്ന രഹസ്യം യേശുവിൻ്റെ ശരീരമാണ്, ശരീരത്തിൻ്റെ അംഗമാണ്. വില്യനും ബിയോണും വിശുദ്ധ കുർബാന സ്വീകരിക്കുക. വിശുദ്ധ കുർബാനയാണ് ഈ രഹസ്യത്തിൻ്റെ സഭാ രഹസ്യത്തിൻ്റെ ഹൃദയം എന്ന് നമുക്കറിയാം. അതാണ് സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ദി ചർച്ച്. അത് സഭയുടെ ഉച്ചയും അതിൻ്റെ സ്രോതസ്സുമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചപ്പോൾ സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു പോയ ആളുകളുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് ഈശോയുടെ സാന്നിധ്യം? ഒരു സ്നേഹമുള്ള ഒരു മകൻ ആദ്യ കുർബാന കുട്ടികളെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും വിശുദ്ധ കുർബാനയായിരിക്കും ശക്തി. ഓരോ വ്യക്തിയും വിശ്വാസിയും വിശുദ്ധ കുർബാനയിലൂടെയാണ് ശക്തി പ്രാപിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് വിശുദ്ധ കുർബാനയുടെ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഈ ദിവസം മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ ഒരു ദിവസം നമുക്ക് സ്വീകരിക്കാവുന്ന പ്രതിജ്ഞകളുണ്ട്, നമുക്ക് സ്വീകരിക്കേണ്ട പ്രതിജ്ഞയുണ്ട്. അത് ഈ ദമ്പതികൾ നൽകുന്ന മാതൃക നമുക്കതൊരു വെല്ലുവിളിയായി എടുത്തിട്ടുണ്ട്. എന്തിന്? പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയ ഒരു ആഹ്വാനം കൂടി നൽകുകയാണ്. ഒന്ന്, ജീവനെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം. അതുകൊണ്ട് അതൊരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. നമുക്ക് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും ആ ദിവ്യകാരുണ്യം ആ അനുഭവം സ്വന്തമാക്കാനും ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം എന്ന് വർദ്ധിപ്പിക്കുവാനും ഈ ദിവസം നമ്മെ പ്രത്യേകം ക്ഷണിക്കുകയാണ്.
നമ്മെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത വളരെ തന്നെ ദിവസം ക്രമീകരിച്ച് ഒരുമിച്ച് ചേർത്ത ബോധയോടും യേശുവിനോടുള്ള വലിയ സ്നേഹം നന്ദിയെല്ലാം ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ വിശ്വാസ സാക്ഷ്യം സമൂഹത്തിന് മുഴുവനും പൊളിമാവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന വെല്ലുവിളിയുടെ വഴികൾ അത് രക്തസാക്ഷിത്വം ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് 100 ഇരട്ടി പ്രതിഫലം ദൈവം നൽകുകയെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേടുകയാണ്. വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കട്ടെ, വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ബാബിനെ നല്ല മിടുക്കനായിട്ട് വളർത്തുകയും ചെയ്യും. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ 2 പേർക്ക് 3 പേരുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ബാബിനെ നന്നായി വളർത്താൻ സാധിക്കും. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ആശംസകളും പ്രാർത്ഥനകളും നേടുകയാണ്. ദൈവം തന്നെ അനുഗ്രഹിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ മാമോദിസായിട്ട് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ
മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന പുതിയ ഉദരമായി തീരാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ കൈകളോട് തറക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും ചെയ്യുന്നു. അലങ്കരിക്കുകയും നിഷ്കളങ്കരമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. അങ്ങയോട് ഞങ്ങൾ പ്രിയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പരിപൂർണ്ണ നിലയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലം അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങ് യാത്രയ്ക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിന്റെ സൗഭാഗ്യത്തിലേക്ക് വരുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. മുഴുവനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. ശിശുവിനെ മുതലാക്കുവാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ത്രീയന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്ത്രീയന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇന്നും സഭയിൽ വർഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദാനം അങ്ങയുടെ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതരാക്കണമേ. അബ്ബാ പിതാവ് എന്നങ്ങനെ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന
ധീരപടയാളികളുടെയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനായി പഠിപ്പിക്കപ്പെടുന്നു, സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah.
ശുദ്ധമായ ധ്യാനക്കുവാൻ ഈ സഹായം സന്തോഷത്തോടെ സമയത്തോടെ ജീവിക്കുവാൻ നമ്മുടെ നാമം സ്വീകരിക്കാം. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ കഥത്തിൽ നാം ചെയ്യുവാനും നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ദൈവം ഞങ്ങൾക്ക് എല്ലാവരും നമ്മുടെ ഇവിടെ നിൽക്കുന്ന 9 പിതാക്കന്മാരുടെ പേരിൽ നന്ദിയും ആശംസയും പ്രാർത്ഥനയും നമ്മളുടെ ഈ 3 കുഞ്ഞുമക്കൾക്ക് ദൈവമാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിലെ ഞങ്ങളെല്ലാവരും ഇവിടെ വിളിയോട് ഒത്താണ് ദൈവത്തിൻ്റെ ഒരു വിളി. അതുകൊണ്ടാണല്ലോ നമ്മുടെ വിജയൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്ന് എത്തിയിരിക്കുകയാണ്. ഇത് ഒന്നും കൊണ്ടുമല്ല, ബോബിയുടെയും ലക്ഷ്മിയുടെയും സ്നേഹവും അവരുടെ വലിയ ആ സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആത്മാർത്ഥ ഇടപെടലിൻ്റെയും ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും. എനിക്കറിയാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും ഉദരൊരു വാക്ക് ഈ കുടുംബത്തോട് വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം ഞാനിന്ന് ഏറ്റുവാങ്ങി സമയം ആയതുകൊണ്ട് 1-2 വാക്കുകൾ ഞങ്ങളുടെ വലിയ സന്തോഷവും സ്നേഹവും അതുപോലെ ഇന്നത്തെ ഈ കടമത്തിൽ വന്ന് ചേരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ 2 ഇവർ 2 പേരും ഇന്ന് അവരുടെ അതുപോലെ തന്നെ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈശോയെ ആദ്യമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച് അതുപോലെ ആദ്യമായിട്ട് ഒരു സഭയുടെ ഈശോയുടെ മകനായിട്ട് ജനിച്ച് ഇന്ന് അംഗത്വമായിട്ട് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് 3 പേരും ഞങ്ങളുടെ കൂടിയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെയും വൈദികരുടെയും മറ്റും ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളുടെയും പേരിൽ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. സ്വാമിയോട് ഒരാൾ നമ്മുടെ ചോദിച്ചു, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സ്വാമിയോട് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എപ്പോഴും ജീവിതകാലങ്ങളിൽ ഓർമ്മിക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് എന്റെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസമാണ്. അന്നാണ് ഈശോ എന്നിൽ ശരീരമായിട്ടും ദാനമായിട്ടും ആത്മീയ ഒരു ഭക്ഷണമായി എൻ്റെ ജീവിതത്തിൽ വന്ന ഈ ദിവസം ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ്. അങ്ങനെയുള്ള ഒരു ദിവസമായിട്ട് മാറിയിരിക്കട്ടെ പ്രിയ കുഞ്ഞുമക്കളെ. തീർച്ചയായിട്ടും ഈശോ പറഞ്ഞതുപോലെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ ഞാൻ
ഇവിടെ കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന റെസ്പെക്റ്റഡ് ബിഷപ്സ് ആൻഡ് ഓൾ ഫാദേഴ്സ് ആൻഡ് ഓൾ അവർ റിലേറ്റീവ്സ്, our parents, and we give sincere thanks to all of you. Thank you.